വിവാദങ്ങളുടെ പിന്നാലെ പോയി സമയം പാഴാക്കാൻ സർക്കാരിന് താൽപര്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊലപാതകം സമാധാന ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയല്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഭവം ദൗർഭാഗ്യകരമാണ്, ഒറ്റപ്പെട്ട സംഭവമാണെന്നും വേണ്ടത്ര ജാഗ്രത പാലിച്ചാണ് മുന്നോട്ട് പോകുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ സമാധാന സംഭാഷണം നടന്നതിന് ശേഷം നല്ല ഫലം അതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും അനുഭവം. അത് നല്ല രീതിയിൽ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രത പൊതുവെ ബന്ധപ്പെട്ടവർ പാലിച്ചു പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ കഴിയും. ഇന്നലെ ഉണ്ടായത് അത്യന്തം ദൗർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ്. അത് നാം നടത്തിവരുന്ന ശ്രമങ്ങൾക്ക് അനുകൂലമായ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ സംഭവം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ്, അത് സമാധാന ശ്രമങ്ങൾക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള വിഘാതമായൊരു കാര്യമായിട്ട് വരാൻ പാടില്ല. അപ്പോൾ ബന്ധപ്പെട്ടവരെല്ലാം ആ ഒരു ജാഗ്രത പാലിക്കുകയും നേരത്തെയുള്ള സ്പിരിറ്റോടു കൂടി തന്നെ സമാധാനം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും വേണം. അതേസമയം ഒരു കൊലപാതകമാണ് നടന്നിട്ടുള്ളത്. അതിൽ പ്രതികളായിട്ടുള്ളവരെ ഫലപ്രദമായി തന്നെ നിയമത്തിൻ്റെ കരങ്ങളിൽ പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കും. പോലീസ് ഇപ്പോൾ ആ വഴിക്ക് ജാഗ്രതയോടെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. അതിരപ്പള്ളി പദ്ധതി നടപ്പാക്കാനാകുമെന്ന് തോന്നുന്നില്ലെന്ന് മന്ത്രി എം എം മണി. ഇക്കാര്യത്തിൽ മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ പ്രശ്നങ്ങളുണ്ട് എന്നും ചെറുകിട പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കാൻ ശ്രമിക്കുമെന്നും എം എം മണി പറഞ്ഞു. ജലവൈദ്യുതിയാണ് ഏറ്റവും ഫലപ്രദം. പക്ഷേ എന്തേരം കഴിയും? ആതിരപ്പള്ളി നമുക്കറിയാം, തുടങ്ങാൻ കഴിയില്ല, ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. മുന്നണിക്ക് അകത്ത പ്രശ്നം, UDF-കാർ അവര് വേറെ പ്രശ്നം, പ്രശ്നമാണ്. സിംഹവാനും കുരങ്ങും അവിടുത്തെ വനവും മൃഗങ്ങളുമെല്ലാം പോകും എന്ന മട്ടിലാണ് അവരിപ്പോ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടന്നിരുന്നെങ്കിൽ നല്ലൊരു പദ്ധതിയായിരുന്നു. അത് യാതൊരു സാധ്യതയും കാണുന്നില്ല. തമിഴ്നാട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 7 മലയാളികൾ മരിച്ചു. കാസർഗോഡ് ബന്ദിയോട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയവരാണ് അപകടത്തിൽ പെട്ടത്. ബന്ദിയോട് മണ്ടേക്കാപ്പിലെ ബെഞ്ചമിൻ മൊണ്ടേറയുടെ കുടുംബാംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. 4 സ്ത്രീകളും 2 പുരുഷന്മാരും 1 കുട്ടിയുമാണ് മരിച്ചത്. കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് പട്ടയ വിതരണത്തിന് ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഇന്ന് ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2247 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. തങ്ങളുടെ കൈവശ ഭൂമിക്ക് പട്ടയത്തിനു വേണ്ടി കാത്തിരിക്കുന്ന 10,000-ങ്ങൾക്ക് ആശ്വാസം പകർന്നുകൊണ്ടാണ് LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന് തുടക്കമാകുന്നത്. പട്ടിക വിഭാഗക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും നേട്ടം ലഭിക്കുന്ന പട്ടയ വിതരണ ചടങ്ങ് എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലാണ് പട്ടയ വിതരണത്തിന് തുടക്കം. ഇന്ന് ഉച്ചയ്ക്ക് 2-ന് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പട്ടയ വിതരണം ഉദ്ഘാടനം ചെയ്യും. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷനും P കരുണാകരൻ MP മുഖ്യാതിഥിയുമാണ്. 2247 കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പട്ടയം നൽകുന്നത്. ഈ മാസം 21-ന് ഇടുക്കിയിൽ നടക്കുന്ന പട്ടയ വിതരണ ചടങ്ങിലും മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. തുടർന്നാണ് മറ്റു ജില്ലകളിലും പട്ടയം വിതരണം ചെയ്യുക. പട്ടികവർഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് പനത്തടിയിൽ 92 ഏക്കർ ഭൂമി പട്ടികവർഗക്കാർക്ക് നൽകുന്നുണ്ട്. വനംവകുപ്പ് അനുവദിച്ച ഈ ഭൂമിയിൽ 150 ആദിവാസികൾക്ക് 50 സെന്റ് വീതം ഭൂമിയുടെ കൈവശാവകാശ രേഖ ചടങ്ങിൽ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ലോകത്തെ ഞെട്ടിച്ച് വൻ സൈബർ ആക്രമണം. ബ്രിട്ടൻ, US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടെ ലോകത്തെ 99 രാജ്യങ്ങളിലെ കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളെ ആക്രമണം ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിലെ കമ്പ്യൂട്ടറുകളെ ബാധിച്ചതായി ഇതുവരെ റിപ്പോർട്ടില്ല. ആക്രമണം നടത്തിയ ശേഷം ഫയലുകൾ തിരികെ ലഭിക്കാൻ പണം ആവശ്യപ്പെടുന്ന റാൻഡം ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. ബിറ്റ്കോയിൻ വഴി $300 മുതൽ $600 വരെയാണ് ആക്രമണകാരികൾ ആവശ്യപ്പെടുന്നത്. സൈബർ ആക്രമണം നടന്ന രാജ്യങ്ങളിലെ വാർത്താവിനിമയ സംവിധാനങ്ങളെയും US-ലെയും യൂറോപ്പിലെയും സ്ഥാപനങ്ങളെയും ആക്രമണം ബാധിച്ചു. ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് MP നിരാഹാര സമരം നടത്തുന്നു. മുന്നറിയിപ്പില്ലാതെ ട്രെയിനുകൾ നിർത്തലാക്കിയ കേന്ദ്ര നടപടി തിരുത്തണമെന്നും കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ഇന്നസെന്റ് MP ആവശ്യപ്പെട്ടു.
കല്യാൺ സിൽക്സിന്റെ ഹൈപ്പർ മാർക്കറ്റ് കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങി. മേയർ സൗമിനി ജെയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. KVP കൃഷ്ണകുമാർ, കല്യാൺ സിൽക്സ് CMD പട്ടാഭിരാമൻ, മഹേഷ് പട്ടാഭിരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊച്ചി മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിന് സമീപമുള്ള കല്യാൺ സിൽക്സ് കെട്ടിടത്തിന്റെ 6-7 നിലകളിലാണ് ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മറ്റിടങ്ങളിൽ കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങുമെന്ന് കല്യാൺ സിൽക്സ് ചെയർമാൻ അറിയിച്ചു. പ്രവാസികളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായി നോർക്ക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു. ലോക കേരള സഭ ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന നോർക്ക ഗവേണിംഗ് ബോഡി യോഗം തീരുമാനിച്ചു. പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുക, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, പ്രവാസ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ സർക്കാരിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്.